അബ്രഹാം തൻ ബലിയും കൈക്കൊണ്ട കർത്താവേ, നോമ്പും പ്രാർത്ഥനയോ കൈക്കൊണ്ട് അൻപാലടിയാറി കാക്കുക. ഒരു നിമിഷം നമ്മുടെ തലകളെ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഈ നോമ്പിൻ്റെ 2ാം വാരത്തിൻ്റെ വെള്ളിയാഴ്ചയുടെ അനുഭവത്തിലേക്ക് ഞങ്ങൾ കടന്നു വന്ന് ഈ വിശുദ്ധമായിരിക്കുന്ന ആലയത്തിലിരുന്നു കൊണ്ട് ദൈവമേ, ഞങ്ങളുടെ ഭാരങ്ങളെയും ഞങ്ങളുടെ ജീവിതത്തിൻ്റെതായ പ്രതിസന്ധികളെയും വേദനകളെയും നിന്റെ സന്നിധിയിൽ ഒന്ന് ഇറക്കി വയ്ക്കുവാൻ, അതുവഴിയായി ദൈവത്തിൻ്റെ മക്കളായി ജീവിപ്പാൻ നീ ഞങ്ങൾക്ക് ഈ തന്ന അവസരത്തിനായിട്ട് സ്തുതിക്കുന്നു കർത്താവേ. ഞങ്ങൾ വിളിക്കപ്പെട്ടവരാണ്, ഞങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്, നിന്റെ ജനമാണ് കർത്താവേ. നീ തള്ളിക്കളയാത്ത ദൈവമാകുന്നു. നിന്റെ സന്നിധിയിൽ പലപ്പോഴും ഞങ്ങൾ കടന്നു വന്ന് ദൈവമേ, വിശുദ്ധാലയത്തിൽ നിന്നുകൊണ്ട് നിലവിളിച്ചപ്പോഴും ഞങ്ങളുടെ നിലവിളി കേട്ട് ദൈവമാകുന്നു. ഈ ലോക ജീവിത യാത്രയിൽ ഭാരങ്ങളും വേദനകളും പ്രതിസന്ധികളും നിറഞ്ഞ് ഞങ്ങളെ മൂടുമ്പോൾ തെല്ലും ആശ്വാസത്തിനായി ഇവിടെ ഓടിയെത്തുന്ന നിന്റെ ജനത്തെ അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഈ വചന കേൾവി നിന്റെ മക്കൾക്ക് വിശ്വാസത്തിൽ ബലപ്പെട്ട് ജീവിക്കുവാനും, ദൈവമേ, അവിടുന്ന് തെരഞ്ഞെടുത്ത ജാതി, രാജകീയ പുരോഹിത വർഗം, വിശുദ്ധ ജനം, വംശം എന്നുള്ളത് ഓർത്തുകൊണ്ട് ശക്തമായി ദൈവത്തെ മറ്റുള്ളവർക്ക് കാട്ടിക്കൊടുക്കുവാനും ഞങ്ങളെ ബലപ്പെടുത്തണമേ. കഷ്ടതയുടെ നടുവിൽ നിന്നുകൊണ്ടും തീച്ചൂളയുടെ നടുവിൽ നിന്നുകൊണ്ടും ഞങ്ങൾ വിളിക്കുന്നു കർത്താവേ, ഉത്തരമരുളണമേ, ഉത്തരമരുളണമേ, ഉത്തരമരുളണമേ. ഈ പാപികളായ ഞങ്ങളോട് ഉത്തരമരുളണമേ. ഇതാ ഞങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. വചനത്താ ഞങ്ങളെ ബലപ്പെടുത്തണമേ. നിന്റെ വചനം ഞങ്ങളുടെ കാലുകൾക്ക് വിളക്കും, ഞങ്ങളുടെ ഊടുവഴികൾക്ക് പ്രകാശവുമാകുന്നുവല്ലോ കർത്താവേ. നിന്റെ സന്നിധിയിൽ ഇതാ ജനത്തെ സമർപ്പിക്കുന്നു. ദൈവമേ, ഒരു ചെവി കൊണ്ട് കേട്ട് മറുചെവി കൊണ്ട് കളയുവാനുള്ളതല്ല, ഹൃദയത്തിൽ സംഗ്രഹിച്ച് 30, 60, 100 ഇരട്ടിയായി പ്രതിഫലം അവിടുന്ന് ലഭിപ്പാൻ തക്കവണ്ണം ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഈ ദേവാലയത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് കേൾക്കുന്നവരും ദൈവമേ, വിവിധ സ്ഥലങ്ങളിലിരുന്ന് അവരവരുടേതായ അവസ്ഥയിലിരുന്നു കൊണ്ട് ഇതിനെ കേൾക്കുന്നവരെയും തിരുമുമ്പാകെ സമർപ്പിക്കുന്നു. അതിൽ രോഗികളുണ്ട്, ഭാരം അനുഭവിക്കുന്നവരുണ്ട്, വേദന അനുഭവിക്കുന്നവരുണ്ട്. ഇവരെല്ലാം നീ അവിടുന്ന് കരുതണമേ, കരുതണമേ. വേണ്ട ആശ്വാസം പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഇവിടെ നടത്തുന്ന എല്ലാ അച്ഛന്മാരെയും വൈദികരെയും കർത്താവേ, അവിടുന്ന് ദൈവമേ ആയിരിക്കുന്ന ജനത്തെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ വാങ്ങിപ്പോയവരെ അബ്രഹാമെ മടിയിൽ വിശ്രമിപ്പിക്കണമേ. ഞങ്ങളെന്നാളും നിന്നെയും നിന്റെ പിതാവിനെയും പരിശുദ്ധ റൂഹായെയും മഹത്വപ്പെടുത്തിക്കൊണ്ട് തന്നെ ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഏറ്റവും സ്നേഹിക്കുന്ന ബഹുമാനപ്പെട്ട സെമിനാരിയുടെ മാനേജർ എൽദോ അച്ഛനും, കൂടെയായിരിക്കുന്ന ബഹുമാനപ്പെട്ട മാത്തുക്കുട്ടി അച്ഛനും, ബഹുമാനപ്പെട്ട ജെറിൻ അച്ഛനും, എല്ലാ വൈദിക സഹോദരങ്ങളെ, ഈ പ്രിയപ്പെട്ട ഇവിടെ സന്നിഹിതരായ നോമ്പിൻ്റെ ഞാൻ ഓർപ്പിച്ചതുപോലെ 2ാം വാരത്തിൽ ഇവിടെ കടന്നു വന്ന് അല്പം ആരാധിക്കുവാനും ദൈവസന്നിധിയിൽ സമയം ചെലവിടുവാനും കടന്നു വന്നിരിക്കുന്ന സഹോദരി സഹോദരങ്ങളെ, മാതാപിതാക്കളെ, നിങ്ങൾക്ക് ഏവർക്കും ക്രിസ്തു യേശുവിൻ്റെ ധന്യനാമത്തിൽ സ്നേഹ വന്ദനവ്. ഒരിക്കൽ കൂടി ഈ പരിശുദ്ധ സ്ഥലത്തൊന്ന് നിൽക്കുവാൻ ദൈവം ഇടയാക്കിയ കൃപകൾക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ നോമ്പിൻ്റെ സുദിനങ്ങൾ 2ാം വാരത്തിലേക്ക് നാം കടക്കുമ്പോൾ
അത്രമാത്രം ശക്തിയോടെ ബലത്തോടെ നമ്മളെ നിർത്തിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനമായിരിക്കുന്നത്. നോമ്പ് തലമുറകളെ അനുഗ്രഹിക്കുന്നതാണ്. നോമ്പ് നമ്മെ പ്രകാശമുള്ളവരാക്കുന്നതാകുന്നു. ഈ നോമ്പിൽ വർജനം ആവശ്യമാണ്. ആഡംബരത്തിൽ നിന്നുള്ളതായ വർജനം, അതോടൊപ്പം തന്നെ ആർഭാടത്തിൽ നിന്നുള്ളതായ വർജനം, ഭക്ഷണത്തിൽ നിന്നുള്ളതായ വർജനം, അതോടൊപ്പം തന്നെ ഈ സമയത്ത് നമ്മെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ദൈവികമായ ആരാധനയിൽ പങ്കുചേരുവാനുള്ളതായ അതിയായ വാഞ്ചയും ഈ നോമ്പിൽ നാം കാണേണ്ടത് ആവശ്യമാണ്. ഒപ്പം സഹോദരവർഗങ്ങളെ സ്നേഹിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പാൻ തക്കവണ്ണമാണ് ദൈവം ഈ നോമ്പിൽ നമ്മെ വിളിച്ചു ചേർത്തിരിക്കുന്നത്. ഈ ഒരു അനുഭവത്തിൽ നാം ഓർക്കുമ്പോൾ ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ മക്കൾ അഥവാ പ്രകാശത്തിൻ്റെ മക്കളാണെന്നുള്ളതായ ബോധം ഇന്ന് എന്നെ ധരിപ്പിക്കണമേ, ഞങ്ങളെ ധരിപ്പിക്കണമേ എന്നുള്ളതായ പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ധ്യാന വിഷയത്തിനായിട്ട് നമുക്ക് ഏവർക്കും പരിചിതമായിരിക്കുന്ന വേദഭാഗമാണ്. നാം പലപ്പോഴും ഇതിനെ സംബന്ധിച്ച് നാം കേട്ടിട്ടുണ്ട്, ശ്രവിച്ചിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അനുഭവത്തിൽ നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ ചിന്തിപ്പാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 60-ാം അധ്യായം 1-2 വാക്യങ്ങളും അതോടൊപ്പം തന്നെ അധ്യായത്തിൻ്റെ അവസാന ഭാഗത്തെയും അവിടുന്ന് വായിക്കാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയാണ്. എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ്സും നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജാതികളെയും മൂടുന്നു, നിന്റെ മേലോ യഹോവ ഉദിക്കും, അവൻ്റെ തേജസ് നിന്റെ മേൽ പ്രത്യക്ഷമാകും. അവസാനത്തെ വാക്യം, ഇനി 19-ാമത്തെ വാക്യം, ഇനി പകൽ നേരത്ത് നിന്റെ വെളിച്ചം സൂര്യനല്ല, നിനക്ക് നിലാവട്ടം തരുന്നത് ചന്ദ്രനുമല്ല, യഹോവ നിന്റെ തേജസ്സാകുന്നു. നിന്റെ സൂര്യൻ ഇനി അസ്തമിക്കുകയില്ല, നിന്റെ ചന്ദ്രൻ മറഞ്ഞു പോവുകയുമില്ല. യഹോവ നിന്റെ നിത്യപ്രകാശമായിരിക്കും, നിന്റെ ദുഃഖകാലം തീർന്നു പോകും. അവസാനത്തെ വാക്യം കൂടെ വായിച്ച് ഈ ധ്യാനത്തിലേക്ക് കടക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയാണ്. 22-ാമത്തെ വാക്യം, യഹോവയായ ഞാൻ തക്ക സമയത്ത് അതിനെ ശീഘ്രമായി നിവർത്തിക്കും. യെശയ്യാ പ്രവാചകനെ സംബന്ധിച്ച് പറയുമ്പോൾ BC 760-നും 682-നും ഇടയിൽ തൻ്റെ പുസ്തകങ്ങൾ രചിച്ചിട്ടുള്ളതായ ഒരു കൾട്ടിക് പ്രൊഫറ്റാണ്, ഒരു റോയൽ പ്രൊഫറ്റാണ് യെശയ്യാ പ്രവാചകൻ. കൾട്ടിക് പ്രൊഫറ്റ് എന്ന് പറയാൻ കാരണം ദേവാലയത്തിൽ വെച്ച് സ്വർഗീയ ദർശനം മനുഷ്യർക്ക് വെളിപ്പെടുത്തി കൊടുത്ത പ്രവാചകൻ എന്ന നിലയിലാണ്. എന്താണ് സ്വർഗീയ ദർശനം? ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമായ സിംഹാസനത്തിൽ ഇരിക്കുന്നു. 6 ചിറകുള്ള ശ്രോപ്യന്മാർ, അവിടെയാണ് നാം പാടുന്നത്, ശ്രാപ്പികളെ കണ്ടേശായ ശ്രാപ്പികളെ കണ്ടിട്ട് 6 ചിറകുള്ളതായ ശ്രോപ്യന്മാർ 2 കൊണ്ട് കാൽമൂടി, 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് പറന്നുകൊണ്ട് യഹോവയാം ദൈവം പരിശുദ്ധൻ 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 എന്ന് ആർത്ത് അട്ടഹസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് ഞാനും നിങ്ങളും ആർത്ത് ആരാധനയുടെ അനുഭവത്തിൽ അട്ടഹസിക്കുന്നത്. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു എന്ന അട്ടഹാസം വെളിപാട് പുസ്തകത്തിൽ വരെ അത് നീണ്ടുകിടക്കുന്നുള്ളതാണ്. യഹോവയുടെ ദൂതന്മാർ സ്വർഗസിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് 1 പ്രാവശ്യമല്ല, 2 പ്രാവശ്യമല്ല,
ഒരു സമയത്ത് തന്നെ 3 പ്രാവശ്യം ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. അതാണ് നമ്മുടെ ആരാധന. നമ്മുടെ ആരാധനയുടെ ആരംഭത്തിലും എന്താണ്? പരിശുദ്ധൻ 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 എന്ന് മാത്രമേ നമുക്ക് പറയാനൊക്കുകയുള്ളൂ. അവിടെ നാം പറയുമ്പോൾ ദൈവമേ നീ പരിശുദ്ധനാകുന്നു, അങ്ങനെ നമ്മൾ പറയുമ്പോൾ ദൈവമേ ഞാൻ എത്ര അശുദ്ധിയിൽ വസിക്കുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുമ്പോൾ ദൈവമേ എത്ര ബലഹീനതയിൽ ഞാൻ വസിക്കുന്നു, എന്നെ ബലമുള്ളവനാക്കി തീർക്കണമേ. മരണമില്ലാത്തവനെ നീ ആകുന്നു എന്ന് പറയുമ്പോൾ അവിടുന്ന് മരണത്തിൻ്റെതായ താഴ്വരയിൽ കൂടി, അവിടെയാണ് സങ്കീർത്തനക്കാരൻ പറയണത്, കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ അനർത്ഥവും ഭയപ്പെടുകയില്ല. ഈ കൾട്ടിക്കായിട്ടുള്ള ഒരു പ്രവാചകൻ ദേവാലയത്തിന്റെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് ദർശനം കണ്ടുകൊണ്ട് പ്രവചിച്ച പ്രവാചകനെ വേദശാസ്ത്രജ്ഞന്മാർ വിളിക്കുന്ന പേരാണ് എന്ത്? കൾട്ടിക് പ്രവാചകൻ എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് റോയൽ പ്രവാചകൻ എന്നാണ് അവിടെ ഈ മെസ്സിയ പ്രവാചകനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ടാണ് റോയൽ പ്രവാചകൻ എന്ന് പറയുന്നത്? യഹൂദന്മാരുടെ രാജാവായ യോശാവിന്റെ ഇളയ മകനായിരിക്കുന്ന ആമോസിന്റെ മകനാണ് ആര്? യെശയ്യാ പ്രവാചകൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ രാജകീയമായിരിക്കുന്ന പ്രൗഢിയോടുകൂടി പ്രഭു പ്രവാചകൻ എന്നാണ് അവിടെ അറിയപ്പെടുന്നത്. ഈ പ്രവാചകൻ സ്വർഗീയമായ ദർശനം നമ്മോട് പറയുകയാണ്. ഇതാ അവിടുത്തെ യഹൂദ ജനം, ഇതാ പ്രവാസത്തിലായിരുന്ന ജനം, ഇതാ വെളിച്ചത്തിന്റെ അനുഭവത്തിലേക്ക് കടന്നു വന്നപ്പോൾ, അതാ നിത്യമായിരിക്കുന്ന അനുഭവത്തിലേക്ക് കടന്നു വന്നപ്പോൾ അവരെ ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങൾ ഇനി അന്ധകാരത്തിന്റെ മക്കളല്ല, പ്രകാശത്തിന്റെ മക്കളാണ്. എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു എന്നുള്ളതായ ഒരു പശ്ചാത്തലമാണ് ഇവിടെ നൽകുന്നത്. ഇവിടെ യെശയ്യാ പ്രവചനെ സംബന്ധിച്ച് പറയുമ്പോൾ ക്രിസ്തുവിൻ്റെ രക്ഷണ്യവേലയെക്കുറിച്ച് ഇത്രയും വ്യക്തമായി രേഖപ്പെടുത്തുന്ന മറ്റൊരു പ്രവചന ഗ്രന്ഥം ഇല്ല എന്ന് തന്നെ പറയട്ടെ. ദൈവത്തിൻ്റെ കൃപയെക്കുറിച്ച് വ്യക്തമായി ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. 1 മുതൽ 66 വരെയുള്ളതായ അധ്യായങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അതെ, ഇതേപോലെ തന്നെ വേദപുസ്തകത്തിൻ്റെ 66 പുസ്തകമല്ല, അപ്പോക്രിഫ പുസ്തകങ്ങളുണ്ട്. എന്നാൽ ബൈബിൾ സൊസൈറ്റിയുടെ 66 പുസ്തകങ്ങളിൽ വേദപണ്ഡിതന്മാർ പറയുന്നത് ഈ പുസ്തകം, ഈ വേദപുസ്തകത്തിൽ 66 പുസ്തകങ്ങളുടെ സംഗ്രഹമാകുന്നു എന്നുള്ളതാണ്, ചുരുക്കമാണെന്നുള്ളതാണ്. കാരണം 37 പുസ്തകങ്ങൾ ഇതാ BC 700 എഴുതപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് 29 അധ്യായങ്ങളുള്ളതായ പുസ്തകങ്ങൾ BC 680 രേഖപ്പെടുത്തി എന്നുള്ളത് അവിടെ കാണുന്നുണ്ട്. ആയതുകൊണ്ടാണ് എന്താണ് വേദപുസ്തകത്തിൽ നമ്മൾ നോക്കുമ്പോൾ 39 27 എത്രയാണ്? 66. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ പഴയ നിയമം എത്രയുണ്ട്? 39. പുതിയ നിയമം എത്രയുണ്ട്? 27. 66 പുസ്തകങ്ങൾ. അങ്ങനെ ഇതാ പുതിയ നിയമത്തിൻ്റെയും പഴയ നിയമത്തിൻ്റെയും ഒരു രത്ന ചുരുക്കമാണ് യെശയ്യാ പ്രവചനം എന്നുള്ളത് ഇവിടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എന്താണ് ഇവിടെ ഇതിനെക്കുറിച്ച് പറയുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ യേശു തമ്പുരാനെ കുറിച്ച് ശക്തമായി വെളിപ്പെടുത്തിയിരിക്കുകയാണ്. യേശു തമ്പുരാന്റെ ജനനത്തെക്കുറിച്ച്, അതോടൊപ്പം തന്നെ യേശു തമ്പുരാന്റെ പരിശുദ്ധ ശുശ്രൂഷയെ സംബന്ധിച്ച്, യേശു തമ്പുരാന്റെ അതോടൊപ്പം തന്നെ ക്രൂശാരോഹണത്തെ സംബന്ധിച്ച് അഥവാ കഷ്ടാനുഭവത്തെക്കുറിച്ച്, അതോടൊപ്പം തന്നെ യേശുവിൻ്റെ രക്ഷണ്യ പ്രവർത്തനത്തെക്കുറിച്ച്, അതുപോലെ തന്നെ യേശുവിൻ്റെ സഹസ്രാബ്ദങ്ങളായിട്ടുള്ളതായ വാഴ്ചയെക്കുറിച്ച്, മരണത്തെക്കുറിച്ചും അവൻ്റെതായ ഭരണത്തെക്കുറിച്ചും രേഖപ്പെടുത്തിയിരിക്കുന്ന പുസ്തകമാണ് യെശയ്യാ പ്രവചനം എന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ ഈ ഒരു വാക്യം എഴുതാൻ തക്കവണ്ണം കാരണമായി തീർന്നത് ദൈവജനത്തെ ദൈവത്തെങ്കിലേക്ക് മടക്കിക്കൊണ്ടുവന്ന ആ ഒരു അനുഭവത്തിൽ അവരെ ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾ ഇനി അന്ധകാരത്തിൻ്റെ മക്കളല്ല, പ്രകാശത്തിൻ്റെ മക്കളാണ്. ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ് അവരെ അശുദ്ധിയിൽ നിന്നും, പ്രവാസത്തിൻ്റെ അനുഭവമായിരിക്കുന്ന അശുദ്ധിയിൽ നിന്നും വിശുദ്ധിയിലേക്ക് നിങ്ങൾ വിളിച്ചിരിക്കുകയാണ്. അത് അസ്വസ്ഥതയിൽ നിന്നും
സ്വസ്ഥതയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുകയാണ്. പ്രവാസത്തിൽ നിന്നും സ്വന്തം ദേശത്തിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുകയാണ്. അടിമത്തത്തിൽ നിന്നും സ്വാതന്ത്ര്യത്തിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുകയാണ്. അന്ധകാരത്തിൽ നിന്നും തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചിരിക്കുകയാണ്. എമ്മോസ് എന്നതായ അന്ധകാരം നിറഞ്ഞതായ അനുഭവത്തിൽ നിന്നും യെരൂശലേമാകുന്ന പ്രകാശത്തിലേക്ക് വിളിച്ചിരിക്കുകയാണ്. ഇവിടെ യഹൂദ ജനത്തെ പ്രവാസത്തിൽ നിന്നും കടത്തിക്കൊണ്ടുവന്ന് സിയോനിലേക്കുള്ള യാത്രയിൽ ഇതാ യെശയ്യാ പ്രവാചകൻ അവിടെ അരുളി ചെയ്യുകയാണ്. എന്താണ് ഇന്നത്തെ വാക്യം? എഴുന്നേറ്റ് പ്രകാശിക്കുക, നിങ്ങളുടെ പ്രകാശം വന്നിരിക്കുന്നു എന്നുള്ളതായ ആ ഒരു വലിയ ബോധ്യം നമ്മെ ഇന്ന് ഭരിക്കേണ്ടതാകുന്നു. എന്നെയും നിങ്ങളെ സംബന്ധിച്ച് എന്താണ് ഈ വാക്യത്തിന്റെ പ്രസക്തി? എന്താണ് ഈ വാക്യത്തിന്റെ പ്രസക്തി? എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും പറഞ്ഞിരിക്കുകയാണ്. പരിശുദ്ധനായ പത്രോസ്ലീഹ തൻ്റെ 1 ലേഖനത്തിന്റെ 2-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ കാണുന്നുണ്ട്. നിങ്ങളോ അന്ധകാരത്തിൽ നിന്നും തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഹിത വർഗവുമാണ് എന്ന് ഇവിടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ അനുഭവത്തിന്റെ പശ്ചാത്തലത്തിലും നാം ദൈവത്തിന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിക്കപ്പെട്ടവരാണെന്നുള്ള ബോധ്യം നമുക്ക് ഈ നോമ്പ് ദിവസങ്ങളിൽ ഉണ്ടാകണം. ആ ദിവസങ്ങളിൽ നമുക്കുണ്ടായെങ്കിൽ മാത്രമേ ദൈവികമായിരിക്കുന്ന ചൈതന്യവും തേജസ്സും പ്രകാശവും നമുക്ക് ഏറ്റുവാങ്ങുവാൻ തക്കവണ്ണം, അല്ലെങ്കിൽ കൂടുതൽ പ്രകാശിക്കുവാൻ തക്കൊണ്ട് സാധിക്കുകയുള്ളൂ. യെശയ്യാവ് യഹൂദ ജനത്തെ നോക്കി, പ്രകാശത്തിന്റെ നാടായ സിയോനെ നോക്കി യാത്ര ചെയ്യുന്ന ആ യഹൂദരെ നോക്കിയാണ് പ്രകാശത്തിന്റെ മക്കൾ, തേജസ്സിന്റെ മക്കൾ എന്ന് വിളിച്ചുവെങ്കിൽ യേശുവമ്പുരാൻ നമ്മെ നോക്കി പറയുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ കാണുന്നുണ്ട്. എന്താണ്? നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്നുള്ളതാണ്. ദൈവ സൃഷ്ടിയാണ് നാം. അതുകൊണ്ടാണ് നാം വെളിച്ചത്തിൻ്റെ മക്കൾ എന്നറിയപ്പെടുന്നത്. ഈ വെളിച്ചം ഇന്ന് തുടങ്ങിയതല്ല. ഉൽപ്പത്തി മുതൽ നാം പരിശോധിക്കുകയാണെങ്കിൽ 1-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ കാണുന്നുണ്ട്, ദൈവത്തിൻ്റെ വലിയ സൃഷ്ടിയാണ്, അല്ലെങ്കിൽ കൽപ്പനയാണ് വെളിച്ചമെന്ന് പറയുന്നത്. വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. അത് നല്ലത് എന്ന് 13-ാമത്തെ വാക്യത്തിൽ, 1-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ നല്ലത് എന്ന് ദൈവം കണ്ടു. അതാ അവിടെ വെളിച്ചത്തെക്കുറിച്ച് വേദപുസ്തകത്തിൽ ഏതാണ്ട് വേദശാസ്ത്രജ്ഞന്മാർ പറഞ്ഞിരിക്കുന്നത് 120 പ്രാവശ്യം വെളിച്ചത്തിൻ്റെ അനുഭവത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അത് ശക്തിയാണെന്നും അത് പവറാണെന്നും അത് ഓർഡറാണെന്നും അത് ജീവിതമാണെന്നും ഓർക്കുക. വെളിച്ചമില്ലെങ്കിൽ ഇന്ന് നമുക്ക് ജീവിക്കുവാൻ കൊണ്ട് സാധിക്കുമോ? സൂര്യവെട്ടമില്ലെങ്കിൽ ഏതെങ്കിലും ചെടി വളരുമോ? സൂര്യവെട്ടമില്ലെങ്കിൽ ഈ പ്രപഞ്ചം ഉണ്ടാകുമോ? ഇല്ല. എല്ലാത്തിൻ്റെ അടിസ്ഥാനം വെളിച്ചമാണെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെയും അടിസ്ഥാനം നീതിയിന് സൂര്യനായ യേശു ക്രിസ്തുവാകുന്ന വെളിച്ചമാണെന്ന് നമ്മെ ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണല്ലോ 13-ാം അധ്യായം പുറപ്പാട് പുസ്തകം 13-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിൽ കാണുന്നുണ്ട്. എന്താണ്? നമ്മളെ നടത്തുന്നത് വെളിച്ചമാണ്. ഇസ്രായേൽ മക്കളെ നടത്തിയത് വെളിച്ചമാണ്. അവർ രാവും പകലും യാത്ര ചെയ്യുവാൻ തക്കവണ്ണം അവർക്ക് വഴി കാണിക്കേണ്ടതിന് പകൽ മേഘസ്തംഭത്തിലും രാത്രി അഗ്നിസ്തംഭത്തിലും യഹോവ അവർക്ക് മുമ്പായി പൊയ്ക്കൊണ്ടിരുന്നു, അഥവാ നടന്നിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ആ വെളിച്ചത്തെ മോശ കണ്ടുകൊണ്ട് ദൂരെ മാറി നിന്ന് മുഖം മൂടിയത്. അതുകൊണ്ടാണ് നമ്മൾ പാടുന്ന പാട്ടിൽ മുൾമരമേറിയ ധൃതി തന്നടുവിൽ കണ്ടതുപോൽ
ചിന്മയനാം മറിയാമിൽ വസിച്ചു ശരീരം പൂണ്ടു. ഇതിന്റെ അർത്ഥം നാം മനസ്സിലാക്കണം. വചനങ്ങൾ കേൾക്കൊണ്ട് മാത്രമല്ല, പിന്നെ അതിനെ സംബന്ധിച്ച് ആഴമായിരിക്കുന്ന സത്യം പരിശുദ്ധ പിതാക്കന്മാർ നമ്മളെ വെളിപ്പെടുത്തിയിരിക്കുന്നു. എന്താണെന്നറിയാമോ? എരിയാതെ എരിയുന്ന മുൾപ്പടർപ്പ്. ആ മുൾപ്പടർപ്പിന് യാതൊരു വിധമായ ഭേദമോ ഭംഗമോ യാതൊരു തരം വാട്ടലോ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. അത് അതേപോലെ തന്നെ നിൽക്കുകയാണ്. അതെരിയുന്നതായ ആ കല്ല് എൻ്റെ കയ്യിൽ, അത് ഒരാള് ഇസ്രായേൽ പോയപ്പോൾ അത് പൊട്ടിച്ചുകൊണ്ട് വന്ന് എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. ആ കല്ലിൽ കാണുന്നത് എത്ര പൊട്ടിച്ചു നോക്കിയാലും ഈ മുൾപ്പടർപ്പിന്റെ പടം കാണാം. അത്രമാത്രം സത്യമാണ് പ്രിയമുള്ളവരെ, അത്രമാത്രം സത്യമാണ്. അപ്പോൾ ഈ മുൾപ്പടർപ്പ് അഗ്നി എരിയുന്നു, മോശയോട് പറയുന്നു, നീ മാറി നിൽക്കുക, നീ ഇവിടെ വന്നാൽ ദഹിച്ചു പോകും. പക്ഷേ മുൾപ്പടർപ്പിന് യാതൊരു ഒരു തരത്തിലുള്ളതായ വാട്ടമോ കോട്ടമോ സംഭവിച്ചിട്ടില്ല. ഇത് തന്നെയല്ലേ പുതിയ നിയമത്തിൽ നീതിയും സൂര്യനായ ആ ദൈവത്തെ പേറിയ അമ്മയെ സംബന്ധിച്ച് പറയുമ്പോൾ ആരെയാണ് പേറിയത്? യേശു ക്രിസ്തുവിനെയാണ്. അതുകൊണ്ടാണ് വെളിപാട് പുസ്തകം 12-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നുണ്ട്, സൂര്യനെ അണിഞ്ഞ സ്ത്രീ. വ്യക്തമായിട്ട് പറയുകയാണ്. പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകം സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കും എന്ന് പറഞ്ഞുവെങ്കിൽ, ആ സ്ത്രീയുടെ സന്തതിയായി ജനിച്ച് സാത്താന്റെ തല തകർക്കുവാൻ തക്കവണ്ണം ഇതാ അവിടെ കാനാ കഴിഞ്ഞ ആഴ്ചയുടെ അങ്ങേ ആഴ്ചയിൽ കാനാവിനെ കല്യാണത്തിൽ അടിസ്ഥാനമിട്ടു. ആ അടിസ്ഥാനമിട്ടതിന് ശേഷം അവിടെ പറയുകയാണ്, സ്ത്രീയെ എനിക്കും നിനക്കും. ഏത് സ്ത്രീയാണത്? ആദാമിനെ വഞ്ചിച്ച, ഹൗവായെ വഞ്ചിച്ച ആ ഒരു അനുഭവത്തിൽ ആ സർപ്പം വഞ്ചിച്ചുവെങ്കിൽ ആ സ്ത്രീക്ക് മോക്ഷം കിട്ടുവാൻ തക്കവണ്ണം ദൈവയുടെ വാഗ്ദാനം കൊടുക്കുകയാണ്. എന്താണ്? നിന്റെ സന്തതി, ഈ സർപ്പം നിന്നെ ചതിച്ചതായ സാത്താനെ അവിടുന്ന് തോൽപ്പിക്കും. അതിനായിട്ടാണ് ഇവിടെ ഞാൻ സ്ത്രീ എന്ന് വിളിച്ച് ഈ കാനാവിലെ കല്യാണത്തിൽ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത്. ആ സ്ത്രീയാണ് എവിടെ കാണുന്നുണ്ട്? സാത്താന്റെ തല തകർത്തുകൊണ്ട് കുരിശിന്റെ അനുഭവത്തിൽ ആയിത്തീർന്നുകൊണ്ട് അന്വേഷിക്കുന്നുണ്ട്. എന്താണ്? സ്ത്രീയെ. ഉൽപ്പത്തി പുസ്തകത്തിൽ കണ്ട സ്ത്രീ, കാനാവിലെ കല്യാണത്തിൽ കണ്ട സ്ത്രീ, ഇതാ ഇവിടെ വചനം നിറവേറിയെന്ന് യേശു തമ്പുരാൻ തന്റെ മാതാവിനെ വിളിക്കുന്നുണ്ട്. യോഹന്നാനോട് പറയുന്നുണ്ട്, ഒത്തിരി പേരെ ഏൽപ്പിക്കാമായിരുന്നുവല്ലോ, കർത്താവിന് ഓൺ സഹോദരങ്ങളായിട്ട് ആരുമില്ല, കർത്താവ് തന്നെയുള്ളൂ. കർത്താവ് കയറിയെടുത്ത് ആരും കയറിയിട്ടില്ല, കർത്താവ് ഇരുന്നിടത്ത് ആരും ഇരുന്നിട്ടില്ല, കർത്താവിന് ഒരുക്കിയ ഒരു മരക്കുരിശ് അതിലാരും തൂങ്ങിയിട്ടില്ല, കർത്താവിന് ഒരുക്കിയതായ കല്ലറ അതിലാരും അടക്കിയിട്ടില്ല, കർത്താവ് കയറിയതായ കഴുതൈ അതിലാരും കയറിയിട്ടില്ല. കർത്താവ് ഇരിക്കുന്നിടത്ത് ഒരുത്തർക്കും ഇരിക്കാൻ പറ്റില്ല. അത്ര ഇരുന്നാൽ അവൻ ദഹിച്ചു പോകും. ഇവിടെയാണ് ഇവിടെ അവിടെ പറയുന്നുണ്ട്, സ്ത്രീയെ ഇതാ നിന്റെ മകൻ. യോഹന്നാനോട് പറയുന്നുണ്ട്, എടാ ഞാൻ സ്ത്രീ എന്ന് വിളിച്ചതിന് അതിൻ്റെ ഉള്ളർത്ഥമുണ്ട്. എന്നാൽ നീ വിളിക്കേണ്ടത് അമ്മേ എന്നുള്ളതാണ്. സ്ത്രീയെ ഇതാ മകനെ, അല്ലെങ്കിൽ യോഹന്നാനെ ഇതാ നിന്റെ അമ്മ. ഇവിടെ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നതിൻ്റെ ആ പൊരുളിലേക്ക്, ആ ഒരു അനുഭവത്തിലേക്ക് പോവുകയാണ്. എവിടെയാണ്? ഇവിടെ മുൾപ്പടർപ്പ് എരിയാതെ എരിയുന്നു. ഇവിടെ കന്യകമറിയാം സൂര്യനെ അണിഞ്ഞപ്പോൾ അമ്മയുടെ കന്യാത്വത്തിന് യാതൊരു വിധമായ ഭംഗവും വന്നില്ല. അതാണ് പിതാക്കന്മാർ ആഴത്തിൽ നിന്നുകൊണ്ട് പഠിപ്പിക്കുന്നത് എന്ന് ഈ സമയത്ത് ഓർപ്പിച്ചു കൊള്ളട്ടെ. അപ്പോൾ ഈ തീ ആരാണ്? തീ. ആ തീയാണ് അവിടെ നമുക്ക് കാണുന്നത് ബേത്ലഹേം പുൽക്കൂട്ടിൽ, ഇത് കല്ലടാവിൽ, ഗുഹയിൽ, കാലിത്തൊഴുത്തിൽ എന്ന് നമുക്ക് പറയുമ്പോൾ പിതാക്കന്മാർ പറയുന്നത് കല്ലടാവിൽ അഥവാ ഗുഹയിൽ എന്നുള്ളതാണ്. ആ ഗുഹയിൽ കാണപ്പെട്ടു ആ തീ. ആ തീയെ കണ്ടുകൊണ്ടാണ് വിദ്വാൻമാർ യാത്ര ചെയ്തു. എന്താണ് ആ തീ അവിടെ പ്രത്യക്ഷപ്പെട്ടത്? നക്ഷത്രമായി പ്രത്യക്ഷപ്പെട്ടു. കിഴക്ക് കണ്ടതായ നക്ഷത്രം കണ്ടുകൊണ്ട് അവർ യാത്ര പുറപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, അവർ യാത്ര പുറപ്പെട്ട് ആ അഗ്നിയെ കണ്ട് പൊന്നും ഒരു കുന്തിരിക്കുകയോ കാഴ്ച വെക്കുകയാണ്.
നമ്മൾ കുറെ കാര്യങ്ങൾ പഠിക്കുവാൻ തക്കവണ്ണമാണ്. അതുകൊണ്ട് ഇവിടെ ബഹുമാനപ്പെട്ട മാത്തുക്കുട്ടിച്ചൻ ഓർപ്പിച്ചതുപോലെ ഒരു ധ്യാനം മാത്രമല്ല, പിന്നെയോ വിശ്വാസത്തെക്കുറിച്ച്, ആഴമായിരിക്കുന്ന വിശ്വാസത്തെക്കുറിച്ച് ബലപ്പെട്ട് പഠിക്കുവാൻ തക്കവണ്ണം അല്പസമയമെങ്കിലും നമുക്ക് ചെലവഴിക്കാം. ഈ ഒരു അനുഭവത്തിൽ എന്താണ് ചോദിക്കുമ്പോൾ, ഇതാ ആ നക്ഷത്രത്തെ കണ്ടുകൊണ്ട് യാത്ര ചെയ്തു. അവിടെ പൊന്നും ഒരു കുന്തിരിക്കം കാഴ്ചവെച്ചു. ഞാനും നിങ്ങളും എന്താ ചെയ്യുന്നത്? ക്രിസ്മസിന്റെ സുദിനം സർവീസ് അടുക്കുമ്പോൾ നമ്മൾ എന്താണ്, അവിടുന്ന് പള്ളിയുടെ വടക്കേ വാതിൽ വഴിയായിട്ട് പുറപ്പെട്ട് തീജ്വാലയുടെ ആ ഒരു അനുഭവത്തെ സമീപത്ത് വന്നിട്ട് ആ തീയെ കണ്ട് സിംബോളിക്കാണത്. പ്രതീകാത്മകരമായിട്ട് എന്ത് ചെയ്യും? തീ കത്തിച്ചിട്ട് എന്ത് ചെയ്തു? നമ്മുടെ കയ്യിലുള്ളതായ കുന്തിരിക്കം എന്ത് ചെയ്യും? അതിലേക്കിടും. മറുവഴിയായിട്ട് പള്ളിയുടെ തെക്കേ വാതിൽ വഴിയായിട്ട് പ്രവേശിക്കുന്നു. പ്രിയമുള്ളവരെ, ഓർത്തഡോക്സ് അതേ സഭാവിശ്വാസം ശക്തമായിരിക്കുന്ന അനുഭവത്തിലുള്ള ഒന്നാണ്. അത് നമ്മൾ പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അതാണ് ഈ നോമ്പിന്റെ പ്രസക്തി. ഞാൻ എവിടെ പ്രസംഗിച്ചാലും നമ്മുടെ വിശ്വാസത്തെ അഭൂങ്കരം കാത്തു പരിപാലിക്കാൻ തക്കോണം. എനിക്ക് മറ്റുള്ള പുറമേയുള്ള ഒന്നും എനിക്ക് പറയാനില്ല. മറിച്ച് വിശ്വാസത്തിന്റെ ശക്തമായിരിക്കുന്ന കാതൽ വിശ്വാസികളിലേക്ക് ആഴമായിട്ട് ഇറക്കുമ്പോൾ അവിടെ നമുക്ക് നമ്മുടെ വിശ്വാസികൾക്ക് ബലം കിട്ടും. അവിടെ നമ്മുടെ വിശ്വാസികൾ നോമ്പ് നോക്കും. അവിടെ നമ്മുടെ വിശ്വാസികൾ ആരാധനയിൽ പങ്കെടുക്കും. അവിടെ നമ്മുടെ വിശ്വാസികൾ ദൈവസന്നിധിയിൽ സമർപ്പിതമായിരിക്കുന്ന ജീവിതം നയിക്കും. ആയതുകൊണ്ട് മാത്രമാണ് ഇവിടെ നോക്കുക, നക്ഷത്രം കണ്ട് ആ അഗ്നിയെ കണ്ടുകൊണ്ട് ഇതാ ഇവിടെ വിദ്വാൻമാർ യാത്ര തിരിക്കുകയാണ്. ആ യാത്രയെ അവർ പൊന്നുമോര് കുന്തിരിക്കും. ആ ശിശുവാണ് പിന്നീട് ഒരിക്കൽ വന്ന് പരസ്യ ശുശ്രൂഷയിൽ പറഞ്ഞിരിക്കുകയാണ്. 8-ാം അധ്യായം, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ കാണുന്നുണ്ട്, Whoever follow me will never walk in darkness. എന്നെ ഫോളോ ചെയ്യുന്നവർ ഒരിക്കലും എന്താണ് അന്ധകാരത്തിലേക്ക് ഉള്ള വഴിയിലേക്ക് പോവുകയില്ല, പിന്നെയോ പ്രകാശത്തിന്റെ വഴിയിലേക്ക് പോകും. ബട്ട് വിൽ ഹാവ് ദ ലൈറ്റ് ഓഫ് ലൈഫ്. ജീവിതം പ്രകാശമായി അവർക്ക് ഭവിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് ഇവിടെ 9-ാം അധ്യായം 5-ാമത്തെ വാക്യം, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ കാണുന്നുണ്ട്. എന്താണെന്നറിയാമോ? I am in the world. While I am in the world, I am the light of the world. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു. മുന്നമേ പറഞ്ഞു, നിങ്ങൾ ലോകത്തിന്റെ പ്രകാശമാകുന്നു എന്ന് പറഞ്ഞുവെങ്കിൽ ഇവിടെ എന്തുകൊണ്ടാണ് ഞാനും നിങ്ങളും ലോകത്തിന്റെ പ്രകാശമാണെന്ന് പറഞ്ഞത്? യേശുക്രിസ്തുവാകുന്ന ദിവ്യപ്രകാശത്തിൻ്റെതായ രശ്മികളും നമ്മളിൽ, അതെ, സൂര്യന്റെ കിരണമേറ്റ് ചന്ദ്രൻ ശക്തമാകുന്നത് പോലെ, വെളിച്ചമാകുന്നത് പോലെ ദൈവത്തിന്റെ വെളിച്ചം നമ്മൾ ഏറ്റ് പ്രകാശത്തിന്റെ മക്കളാക്കി തീർന്നിരിക്കുകയാണ്. ഈ ഒരു അനുഭവത്തിൽ എന്താണ് നമ്മൾ പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, അവിടെ നമ്മൾ പാടുന്ന പാട്ടുകളാണ്. വെളിവു നിറഞ്ഞോ ഈശോ നിൻ വെളിവാ കാണുന്നു വെളിവി അടിയാൻ ഞങ്ങളെ നീ താവൻ കതിരെ ശോഭിപ്പിക്കുന്നു. എന്താണ്? വെളിവ് നിറഞ്ഞൊരീശോ, വെളിച്ചമുള്ള കർത്താവേ, ഞങ്ങളെ നിന്റെ വെളിച്ചമുള്ള കതിരുകളാക്കി എന്നും ശോഭിക്കുവാൻ തക്കവണ്ണം ഇടം നൽകണമേ. ഞങ്ങൾ നിന്റെ വെളിച്ചമേറ്റു, നിന്റെ പ്രകാശമേറ്റു, ഞങ്ങൾ പ്രകാശിക്കുന്നു. സത്യമാണ്, എഴുന്നേറ്റ് പ്രകാശിക്കുവാൻ തക്കുള്ള കൃപ തരണമേ എന്നുള്ളതായ പ്രാർത്ഥനയാണ് അവിടെ നമുക്കുള്ളത്. ഇവിടെ നമ്മളത് പറയുമ്പോൾ വിശ്വാസ പ്രമാണത്തിൽ നാം പറയുന്നുണ്ട്, പ്രകാശത്തിൽ നിന്നുള്ളതായ പ്രകാശം. യേശുവിനെ കുറിച്ചാണ് പറയുന്നത്.
യേശുവിനെ കുറിച്ച് കേൾക്കണം, യേശുവിനെ കുറിച്ച് അറിയണം, യേശുവിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. പ്രകാശത്തിൽ നിന്നുള്ളതായ പ്രകാശം ആരെക്കുറിച്ചാണ്? എവിടെയാണ്? വിശ്വാസ പ്രമാണത്തിൽ അവിടെ പറഞ്ഞിരിക്കുന്ന ഭാഗമാണ് പ്രകാശത്തിൽ നിന്നുള്ളതായ പ്രകാശം എന്നുള്ളതാണ്. ആ പ്രകാശത്തിന്റെ മക്കളാണെന്നുള്ളത് ഓർക്കുക. നിങ്ങൾ എന്തിനു നിരാശപ്പെടണം? എന്തിനു ഭാരപ്പെടണം? നിങ്ങളെ ഭരിക്കുന്ന എത്ര തീ ഉണ്ടെന്നറിയാമോ? ആവലാത്തി, വേവലാത്തി, പരാത്തി. എത്ര തീയുണ്ട്? 3 തീ. ഈ തീയെ നിങ്ങൾ പേടിക്കേണ്ട. കാരണം തക്ക സമയത്ത് ഇവിടെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിങ്ങൾ വായിച്ചുവല്ലോ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 60-ാം അധ്യായത്തിൽ വായിച്ചുകൊണ്ട് എന്താണ്? ഇനി നിങ്ങൾ ഈ പകൽ നേരത്ത് നിന്റെ വെളിച്ചം സൂര്യനല്ല, നിനക്ക് നിലാവ് വെട്ടം തരുന്നത് ചന്ദ്രനുമല്ല, യഹോവ നിനക്ക് നിത്യപ്രകാശവും. ഭാരം അനുഭവിക്കുന്നവരെ, വേദന അനുഭവിക്കുന്നവരെ, പലതരത്തിലുള്ളതായ പ്രതിസന്ധികളുമായി ഈ പരിശുദ്ധന്റെ പദാന്തികത്തിൽ കടന്നു വന്ന് പരുമല തിരുമേനിയുടെ മധ്യസ്ഥതയുടെ അനുഭവത്തിൽ ഇവിടെ യാചിക്കുവാൻ കടന്നു വന്ന ജാതി മതഭേദമന്യേ ഉള്ളവരും ഈ പരിസരത്തായിട്ട് നിൽപ്പുണ്ട്. തീർച്ചയായിട്ടും അവരോടായിട്ട് പറയുവാൻ തക്കോണമുള്ളത്, പരിശുദ്ധ പരുമല തിരുമേനിക്ക് യേശു തമ്പുരാൻ വേണ്ട കൃപാശക്തി അവിടെ നൽകിയിട്ടുണ്ട്. അവിടെ ഒന്ന് തൊട്ടാൽ, ഒന്ന് പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും എത്രയോ സൗഖ്യം എന്റെയും നിങ്ങളുടെയും അനുഭവത്തിൽ പറയുവാൻ ഓരോരുത്തരെയും എഴുന്നേൽപ്പിച്ചാൽ അവർ പറയുവാൻ കൊണ്ട് ധാരാളമുണ്ട് എന്നുള്ളതാണ് ഇവിടെ ഞാൻ ഓർപ്പിച്ചത്. ഈ പ്രകാശത്തിന്റെ അനുഭവത്തിന് നിങ്ങൾക്ക് സൂര്യനല്ല, ചന്ദ്രനല്ല വെട്ടം തരുന്നത്, യഹോവയാണ്. അവൻ നിത്യപ്രകാശവും നിന്റെ ദൈവം നിന്റെ തേജസ്സുമാകുന്നു. നിന്റെ സൂര്യൻ ഇനി അസ്തമിക്കുന്നില്ല. യേശുബ്രാനാകുന്ന സൂര്യന്റെ പ്രത്യേകത എന്താണ്? അത് അസ്തമിക്കാത്തവനാണ്. യേശുബ്രാനാകുന്നതായ ചന്ദ്രന്റെ പ്രത്യേകത എന്താണ്? അത് മറഞ്ഞു പോകുന്നുമില്ല. യഹോവ നിന്റെ നിത്യപ്രകാശമായിരിക്കും. പിന്നെന്താ പറയണത്? നിന്റെ ദുഃഖകാലം തീർന്നു പോകും. പ്രത്യാശയുള്ളവരായിരുന്നാട്ടെ, ധൈര്യമുള്ളവരായിരുന്നാട്ടെ, എന്തിനേയും ഫേസ് ചെയ്യുവാന്നൊക്കെ വണ്ണം ഇടയായി തീരണം. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥിക്കുന്ന പാട്ടിലെ വേണ്ട കഷ്ടത, ആ വിണ്ണല്ല വീൺ ചിന്തയുമടിയ വീണൊഴിക്ക. നിങ്ങൾ എന്താ അർത്ഥം എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയും, വേണ്ടാത്ത കഷ്ടതകളൊന്നും ഞങ്ങൾക്ക് തരരുതേ. അല്ല, അങ്ങനല്ല പറഞ്ഞേക്കുന്നത്. ഇതിന്നി പാടിയാൽ നിങ്ങൾ ഇനി പാടുമോ എന്ന് സംശയമാ. ദൈവമേ, കഷ്ടത വേണ്ട എന്നുള്ളതായ വീൺ ചിന്ത, വീണുപോയ വീണ ചിന്ത, താണ ചിന്ത, അധമ ചിന്ത, അധപ്പതിക്കുന്ന ചിന്ത, വേണ്ട കഷ്ടത എന്നുള്ള വീൺ ചിന്ത ഞങ്ങളിൽ നിന്ന് ഒഴിക്കണമേ. പിന്നെയോ കഷ്ടത ഞങ്ങൾക്ക് തരണമേ. ഇനി പാടുവോ? ദുഃഖത്തിന്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടെ സമയമാം രേഥത്തിൽ എന്നുള്ളതായ പാട്ട് ആരെങ്കിലും വീട്ടിലിരുന്ന് പാടുമോ? അതേപോലെ ഇത് ഇപ്പോൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ പാടുമോ എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ഭയക്കുന്നവരല്ല. കാരണം ശരീരത്തെ മാത്രമേ വേദനിപ്പിക്കുവാനോ കൊല്ലുവാനോ മറ്റുള്ളവർക്ക് കഴിയുകയുള്ളൂ. മനസ്സിനെ പക്ഷെ വേദനിപ്പിക്കാം, പക്ഷെ തൻ്റെ ആത്മാവിനെ, നമ്മുടെ ആത്മാവിനെ ആർക്കും വേദനിപ്പിക്കുവാനോ കൊല്ലുവാനോ നമുക്ക് ആർക്കും കഴിയുകയില്ല. അതുകൊണ്ട് ധൈര്യത്തോടെ ഇരിക്കുക. യഥാർത്ഥ ക്രിസ്ത്യാനിയുടെ അല്ലെങ്കിൽ യഥാർത്ഥ ക്രിസ്തുവിൻ്റെ, അത് ഏത് മതത്തിൽപ്പെട്ടവരായിക്കോട്ടെ, യഥാർത്ഥ ക്രിസ്തുവിൻ്റെ അനുയായികൾ എന്ന് പറയുന്നത് കഷ്ടത സഹിക്കുന്നവനാണ്, കഷ്ടത സഹിക്കുന്നവളാണ്. കഷ്ടത സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്നുള്ളതാണ് അവിടെ പറയുന്നത്. ഇവിടെ എന്താണ്? നിങ്ങൾ പ്രകാശത്തിന്റെ മക്കളാകുന്നു. ഈ പ്രകാശം എവിടെ നിന്ന് ലഭിച്ചു? ചുരുക്കമായി ഒന്ന് പറയാൻ തക്കോണേ ഇപ്പൊ സമയമുള്ളൂ. ഒന്ന്, ബൈ ദ ഹോളി ബാപ്റ്റിസം.
സ്ത്രീകളുടെ ശവസംസ്കാര ശുശ്രൂഷയിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, കർത്താവേ, നിന്റെ ദിവ്യമായ പ്രകാശത്തിന്റെ ഉടുപ്പും മോറോനാകുന്ന തേജസ്സും ഇവളിൽ നിന്ന് ഉരിഞ്ഞു കളയരുതേ. വസ്ത്രം, നിന്റെ പ്രകാശത്തിന്റെ വസ്ത്രവും മോറോനാകുന്ന മുദ്രയും ഇവളിൽ നിന്നും ഇവനിൽ നിന്നും ഉരിഞ്ഞു കളയരുതേ. അപ്പോൾ മാമോദിസ എന്താണ്? പ്രകാശത്തിന്റെ വസ്ത്രം എന്നാണ് പറയുന്നത്. എന്തെല്ലാം ചെയ്തിട്ടാണ് നമ്മുടെ സഭയെ സംബന്ധിച്ച് പറയുമ്പോൾ 2 മാമോദിസായുണ്ട്. ശിശുക്കളുടെ മാമോദിസായുണ്ട്, മുതിർന്നവരുടെ മാമോദിസായുണ്ട്. ചിലർക്കൊക്കെ ഒരു സംശയം ഉണ്ടാകും. എന്നാൽ ശിശുക്കളുടെ മാമോദിസ എന്ന് പറയുന്നത് അത് കാലം മുതലേ ഉള്ളത്, പണ്ട് മുതലേ ഉള്ളതാണ്. അധികം ശിശുക്കൾക്ക് പ്രാധാന്യം. കുടുംബമായി ചേരുമ്പോൾ അവിടെ മുതിർന്നവരെ ആദ്യം മാമോദിസ മുക്കും. കുടുംബമായി മറ്റുള്ളവർ സഭയിലേക്ക് ചേരുമ്പോൾ മുതിർന്നവരെ മാമോദിസ മുക്കും. പിന്നീട് അവർ ശിശുക്കളെ മാമോദിസ മുക്കും. നമ്മയൊക്കെ സംബന്ധിച്ച് പറയുമ്പോൾ, വിശ്വാസികളായിരിക്കും നമ്മളെ സംബന്ധിച്ച് പറയുമ്പോൾ, ഇനിയൊരു മാമോദിസയുടെ ആവശ്യമില്ല. പിന്നെയോ നമ്മുടെ ശിശുക്കളെയാണ് മാമോദിസ മുക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൽ പറയുന്ന വാഗ്ദത്തം നിങ്ങൾ നിങ്ങളുടെ മക്കൾക്കുമാണ്. എന്നാൽ മുതിർന്നവരുടെ മാമോദിസായോ, മറ്റുള്ള ആളുകൾ സഭയിൽ കുടുംബമായിട്ട് ചേരുമ്പോൾ ആദ്യം ആ കുടുംബത്തിലെ മുതിർന്ന ആളെയാണ് സ്നാനപ്പെടുത്തുന്നത്. അത് കഴിഞ്ഞിട്ട് അവിടെ ശിശുക്കളെ സ്നാനപ്പെടുത്തും. ഈ 2 സ്നാനവും സഭയിലുണ്ട്. എന്നാൽ മാമോദീസ ഒരിക്കൽ മാത്രമാകുന്ന നിങ്ങൾ ഏറ്റുപറയുന്നു. മരിച്ചുപോയവരുടെ ഉയർപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. മാമോദിസ ഒന്നേ ഉള്ളൂ. അതിവിടെ പറഞ്ഞിരിക്കുന്നു. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ കാണുന്നുണ്ട്, വിശ്വാസം 1, ദൈവം 1, സ്നാനം 1. ബാപ്റ്റിസം എന്ന് ഗ്രീക്ക് വാക്കിൽ പറഞ്ഞു. എന്നാൽ അതിൻ്റെ മലയാളം സ്നാനം എന്നുള്ളതാണ്. നമ്മോട് ആരെങ്കിലും വന്ന് ചോദിക്കും, നിങ്ങൾ സ്നാനപ്പെട്ടോ? ഓ, ഞങ്ങൾ സ്നാനപ്പെട്ടിരിക്കുക. നിങ്ങൾ മാമോദിസയല്ല മുങ്ങിയുള്ളൂ. അതെ, ഞങ്ങൾ സുറിയാനി ക്രിസ്ത്യാനികളായതുകൊണ്ട് മാമോദിസ എന്നാണ് ഞങ്ങൾ ആ സ്നാനത്തിന് പറയുന്നത്. പ്രിയമുള്ളവരെ, ഓർത്തിരിക്കണം, വൃതന്മാരെ തെറ്റിക്കാൻ കൂടെ ഈ ഭാഗത്ത്, ഈ പ്രപഞ്ചത്തിൽ ആളുകളുണ്ട്. സത്യം നമ്മൾ വിളിച്ചു പറയണം. മാമോദിസ എന്ന് പറഞ്ഞാൽ സ്നാനമെന്നാണ്. അത് ഇംഗ്ലീഷിൽ പ്രയോഗിക്കുന്നത് ബാപ്റ്റിസം എന്നുള്ളതാണ്. ഗ്രീക്കിൽ പ്രയോഗിക്കുന്നത് ബാപ്റ്റിസോ എന്നുള്ളതാണ്. ബാപ്റ്റിസോ എന്ന വാക്കിൽ നിന്നാണ് ബാപ്റ്റിസം എന്ന പദം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ബാപ്റ്റിസം എന്ന വാക്കിന്റെ മലയാളാർത്ഥം സ്നാനമെന്നാണ്. അപ്പോൾ മലയാളത്തിൽ നമ്മൾ പറയുമ്പോൾ സ്നാനമെന്നാണ്. അതുകൊണ്ട് മാമോദിസ ഏറ്റാലും സ്നാനമേറ്റാലും കർത്താവ് തമ്പുരാൻ 3 നൽവരങ്ങൾ പരിശുദ്ധ സഭയ്ക്ക് നൽകിയിട്ടുണ്ട് സ്ലീഹന്മാർ വഴിയായിട്ട്. 1, പ്രധാനമായിരിക്കുന്ന പൗരോഹിത്യ ക്രമമനുസരിച്ച് 1 മാമോദിസ മുക്കുക. 2-ാമതായിട്ട് പാപങ്ങളെ ക്ഷമിക്കുക. മാമോദിസ മുക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നോക്കണം. ഓരോ മാമോദിസയുടെ അനുഭവത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാക്കണം, വേറൊരു നാമത്തിലുമല്ല. ബസ്മോ ദാബോ ദാബ്രോ വദുറുഹോ ഹായോ ഖാദീസോ. എന്താ ബസ്മോ ദാബോ? ആബോ എന്ന് പറഞ്ഞാൽ എന്താണ്? പിതാവ്. ബ്രോ എന്ന് പറഞ്ഞാൽ എന്താണ്? പുത്രൻ. ഇത് സുറിയാനി പറയുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ പിന്നെ റൂഹോ എന്താണ്? പരിശുദ്ധ റൂഹ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ. ഇതിനെ സുറിയാനി പറയുകയാണ് ബസ്മോ ദാബോ ദാബുറോ വദുറുഹോ ഹായോ ഖാദീസോ. ആരുടെ നാമത്തിൽ നമ്മൾ മാമോദിസ മുങ്ങുന്നത്? പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ പ്രകാശത്തിന്റെ മക്കളായി തീരുകയാണ്. മാത്രമല്ല, രാജകീയ പുരോഹിത വർഗമാണ് ആ പ്രകാശത്തിന്റെ മക്കൾ. 2 തൈലം ഇവിടെ എടുത്തു വെക്കും. ഒന്ന് സൈത്തെന്ന് പറയും, അതിൻ്റെ ചെറിയൊരു ഇളം പച്ച നിറമാണ്. മറ്റേത് രക്തത്തിന്റെ നിറമാണ്, അതിനെ മൂറോൺ എന്ന് പറയും. അതുകൊണ്ടാണ് ആ മൂറോണിന് രക്തം, മൂറോനെ പറയുന്ന രക്തമെന്നാണ്. അതുകൊണ്ടാണ് നമ്മുടെ സന്ധ്യാ നമസ്കാരത്തിൽ, കെന്താ നമസ്കാരത്തിൽ നമ്മൾ പാടുന്നുണ്ട്, നിൻമുറിവുകളിൽ നെറ്റേൻ മൂറോൻ മണമെന്നാഥ. രക്തത്താൽ, കർത്താവിന്റെ രക്തത്താൽ കുളിക്കപ്പെട്ടവരാണ്. അപ്പോൾ സന്തോഷ തൈലമാകുന്ന സൈത്തോ,
മറ്റേത് പരിശുദ്ധാത്മാവിന്റെ മുദ്രയും മൂറോൻ, മറ്റേത് സന്തോഷ തൈലം എന്ന് പറയുന്നത് രാജകീയ വർഗമാക്കി തീർക്കുകയാണ്. ശൗൽ രാജാവിനെ ദാവീദ് രാജാവിനെ അഭിഷേകം ചെയ്ത് സൈത തൈലം കൊണ്ടാണ്. പഴയ നിയമത്തിൽ നോക്കിയാൽ പരിശോധിച്ചാൽ മനസ്സിലാക്കാം. അതുകൊണ്ടാണ് പത്രോസ്ലീഹ പറയുന്നത്, നിങ്ങൾ വിശുദ്ധ ജനവും സ്വന്തം ജാതിയും രാജകീയ പുരോഹിത വർഗവുമാകുന്നു. ആ പ്രകാശത്തിന്റെ വസ്ത്രമാണ് മാമോദിസ. ഒരിക്കൽ മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ടാണ്? ദൈവം ഒന്നേ ഉള്ളൂ. അതായത് ദൈവം ഒന്നേ ഉണ്ടായതുകൊണ്ട് ഒരു മാമോദിസായേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നതിൻ്റെ സാരമെന്ന് പറയുന്നത്, ആ ഒരു അനുഭവത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇതാ പ്രകാശത്തിന്റെ വസ്ത്രം ധരിച്ചവരാകുന്നു. ആ പ്രകാശത്തിന്റെ വസ്ത്രം ധരിച്ചവർ എന്താണ്? അതിനു മുമ്പ് സാത്താനെ അവിടുന്ന് തള്ളിപ്പറയുകയും അതോടെ തന്നെ മെശിഹായെ ഏറ്റുപറയുകയും ചെയ്യുന്നതായ ഒരു അനുഭവമാണ്. ഇത് തലത്തൊട്ടെ അപ്പൻ ആവശ്യമാണ്. വലത് കൊണ്ട് വലതുകൈ പിടിക്കുന്നു, ഇടത് കൊണ്ട് ഇടത് പിടിക്കുന്നു, പടിഞ്ഞാറോട്ട് നോക്കുന്നു, കിഴക്കോട്ട് നോക്കുന്നു. ഒന്നും പറയാനുള്ള സമയമില്ല. എന്നാൽ പടിഞ്ഞാറോട്ട് നോക്കുന്ന സാത്താനെ തള്ളിപ്പറയുകയാണ്. അത് അസ്തമ ദിക്കാണ്. എന്നാൽ കിഴക്കോട്ട്, അതുകൊണ്ടാണ് പ്രകാശത്തിന്റെ മക്കൾ എന്നറിയപ്പെടുന്നത്. കിഴക്കോട്ട് നോക്കിക്കൊണ്ട് മിശിഹായെ ഏറ്റുപറയുന്നുണ്ട്. എന്താണ്? മിശിഹായെ ഏറ്റുപറയുകയാണ്. എന്തുകൊണ്ടാണ് കിഴക്കോട്ട് നോക്കി നിൽക്കുന്നത്? ദൈവത്തിന്റെ വരവ് കിഴക്ക് നിന്നായി. വേദപുസ്തകത്തിൽ കാണണോ? വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 27-ാമത്തെ വാക്യത്തിൽ കാണുന്നുണ്ട്, അവൻ മിന്നൽ പിണർ പോലെ കിഴക്ക് നിന്ന് ഉദിക്കും. ഞാൻ ആകെ സംഗ്രഹിക്കായത്, മിന്നൽ പിണർ പോലെ കിഴക്ക് നിന്ന് ഉദിക്കും. ആ കിഴക്ക് നിന്ന് ഉദിക്കുന്ന ആ ദിക്ക് നോക്കിയാണ് ഞാനും നിങ്ങളും കിഴക്കോട്ട് നോക്കി നിന്ന് പ്രാർത്ഥിക്കുന്നത്. തീർച്ചയായിട്ടും മനസ്സിലാക്കണം. തന്നെയല്ല കർത്താവ് താൻ പറയുന്നത്, ആദ്യം വന്ന എവിടുന്നാ? കിഴക്ക് നിന്നാ. കിഴക്ക് കണ്ട നക്ഷത്രം കണ്ടുകൊണ്ട് അവർ അങ്ങോട്ട് കിഴക്കോട്ട് സഞ്ചരിച്ചു എന്നുള്ളത് അവിടെ പറയുന്നുണ്ട്. കിഴക്ക് നിന്നാണ്. അപ്പോൾ ഓർക്കണം, കിഴക്ക് നോക്കി പ്രാർത്ഥിക്കുന്ന മക്കൾ എപ്പോഴും ആരാണെന്നറിയാമോ? പ്രകാശത്തിന്റെ മക്കളാകുന്നു. ആ പ്രകാശം നിലനിൽക്കുന്നെങ്കിൽ, ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്, വളരെ ചുരുക്കുകയാണ്, സമയത്തിന്റെ ചുരുക്കമുണ്ട്. അപ്പോൾ ആ പ്രകാശം നിലനിൽക്കണമെങ്കിൽ, ആ പ്രകാശത്തിന്റെ വസ്ത്രം നമ്മൾ നിലനിൽക്കണമെങ്കിൽ, ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഹൗ ക്യാൻ വി ലീവ് ഫെയ്ത്ത്ഫുൾ ഇൻ ദ വേൾഡ് വിതൗട്ട് ലോസിങ് സൺഷിപ്പ് ആൻഡ് ഇന്റിമസി വിത്ത് ഗോഡ്. എങ്ങനെയാണ് ദൈവത്തോടുള്ളതായ ആ അടുപ്പത്തിലും നമ്മുടെ പുത്രത്വമാകുന്ന പ്രകാശത്തിന്റെ വസ്ത്രം നഷ്ടപ്പെടാതെയും സൂക്ഷിക്കുന്നത് ചോദിക്കുമ്പോൾ, ഇവിടെ നമ്മളെ പറ്റി പറയുന്നത് അബ്ബാ അബ്ബാ. സുറിയാനിയിൽ ആബോ, ഹീബ്രുവിൽ അബ്ബാ. അമ്മയ്ക്ക് വിളിക്കുന്ന എന്തുവാ? നമ്മൾ പലപ്പോഴും പറയത്തില്ലേ ഏമേ ഏമേ. ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയും, കുണ്ട്ര നാട്ടിലൊക്കെ പറയും ഏമോ. ഏമോ എന്ന് പറഞ്ഞാൽ എന്താണ്? അമ്മ. അബ്ബാ പിതാവ്. അബ്ബാ പിതാവേ എന്ന് ഇവിടെ ആവർത്തിച്ച് കൊടുത്തിരിക്കുന്നു മാത്രമേ ഉള്ളൂ. അബ്ബാ അല്ലെങ്കിൽ പിതാവ് എന്ന് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ അത് സുറിയാനിയിൽ ആബോ എന്നുള്ളതാണ് അവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ അബ്ബാ പിതാവ് എന്നുള്ളതായ പുത്രത്വം, പ്രകാശത്തിൻ്റെതായ ആ ഒരു അനുഭവം നമുക്ക് ഉണ്ട് ഉണ്ട് ഉണ്ട്. 3 തരം പറയുകയാണ് നമുക്കുണ്ട്. നമ്മൾ നഷ്ടപ്പെടുത്തരുത്. ആ നഷ്ടപ്പെടുത്താതിരിക്കുവാൻ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഈ നോമ്പിന്റെ സുദിനവുമായി ബന്ധപ്പെട്ട് പറയുകയാണ്, നമ്മുടെ ഐഡന്റിറ്റി കാത്തു സൂക്ഷിക്കണം എന്ന് നമ്മൾ ഓർക്കണം. ഐ ആം ഗോഡ്സ് ചൈൽഡ്. ഞാൻ ദൈവത്തിന്റെ പുത്രനാകുന്നു, ഞാൻ ദൈവത്തിന്റെ പുത്രിയാകുന്നു. അതുകൊണ്ട് എങ്ങനെ വേണം? ബി എ റോൾ മോഡൽ. ബി എ റോൾ മോഡൽ. അതിനെന്താ ചെയ്യേണ്ടത്? വാച്ച് എന്ന് പറയുന്നതായ പദം, WATCH, എന്താ പറയുന്നത്? വാച്ച് യുവർ വേർഡ്സ്, വാച്ച് യുവർ ആക്ഷൻ, വാച്ച് യുവർ തോട്ട്സ്, വാച്ച് യുവർ ക്യാരക്ടർ, വാച്ച് യുവർ ഹെൽത്ത്. ഇത്രയുമാണ് നമ്മൾ പ്രകാശത്തിന്റെ മക്കളായി നമ്മൾ സൂക്ഷിക്കാനുള്ളത്. വാച്ച് യുവർ വേർഡ്സ്. യാക്കോബ് ശ്ലീഹായുടെ ലേഖനം വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഒരുത്തൻ വാക്കിൽ തെറ്റാതിരുന്നാൽ അവൻ ശരീരത്തെ മുഴുവനും കടിഞ്ഞാണിട്ട് നടത്തുവാൻ സൽഗുണപൂർത്തിയുള്ള പുരുഷനാകുന്നു. കുതിരയെ അധീനമാക്കുവാൻ അതിൻ്റെ വായിൽ കടിഞ്ഞാണിട്ട് ആ കുതിരയെ എത്രമാത്രം തിരിക്കുന്നത് പോലെ നാവും എത്ര ചെറിയ അവയവമെങ്കിലും അത് വളരെ വമ്പ് പറയുന്നു. കുറഞ്ഞ തീ എത്ര വലിയ കാട് കത്തിക്കും.
ഇതാ നാം കർത്താവും പിതാവുമായവനെ സ്തുതിക്കുന്നു. ചുരുക്കത്തിലേക്ക് പറയുകയാണ്, കർത്താവും പിതാവുമായവനെ സ്തുതിക്കുന്നു, എന്നാൽ അവന്റെ സാദൃശ്യത്തിലുണ്ടായ മനുഷ്യനെയോ അവൻ വെറുക്കുന്നു, അവൻ പഴി പറയുന്നു. ഇത് ദൈവികമല്ല. എന്താണ്? ഉപ്പിന്റെ ഉറവയിൽ നിന്നും ഉപ്പ് മാത്രമേ പുറപ്പെടുകയുള്ളൂ, മധുരമുള്ള ഉറവയിൽ നിന്നും മധുരം മാത്രമേ പുറപ്പെടുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഏത് ഉറവയാണ്? ദൈവത്തിന്റെ ഉറവയാണ്, മധുരമുള്ള ഉറവയാണ്. അതുകൊണ്ട് നിന്റെ നാവിനെ കടിഞ്ഞാണിട്ട് സൂക്ഷിക്കുവാൻ ഈ നോമ്പ് കാലങ്ങളിൽ സൂക്ഷിക്കണമെന്ന്. അങ്ങനെ നമ്മൾ പ്രകാശത്തിന്റെ മക്കളായി തീരാൻ കൊണ്ട് സാധിക്കും. രണ്ടാമതായിട്ട്, വാച്ച് യുവർ ആക്ഷൻ. ഓർക്കണം, നമ്മൾ കാണിക്കുന്ന ചെറിയ പ്രവൃത്തികൾ പോലും എല്ലാവരും സാക്ഷ്യം നൽകുന്ന ഒരു കാര്യം കൂടിയാണ്. നമ്മൾ വിചാരിക്കും ആരും കാണുന്നില്ലെന്ന്. 2 കണ്ണുകൊണ്ട് ഞാൻ നിങ്ങൾ നോക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ഏതാണ്ട് 700-ൽ പരം അല്ലെ 500-ൽ പരം ജനങ്ങള് ഇവിടെ എന്നെ എത്ര കണ്ണുകൊണ്ട് നോക്കുന്നുണ്ട്? 1000 കണ്ണുകൊണ്ട് നോക്കുകയാണല്ലേ? 1000 കണ്ണുകൊണ്ട് നോക്കുകയാണ്. ഒരു കൈ നിങ്ങളുടെ മേൽ ചൂണ്ടുമ്പോൾ മറ്റു 3 വിരലുകളും എൻ്റെ നേരെ ചൂണ്ടുകയാണ്. അതുകൊണ്ട് വാച്ച് യുവർ ആക്ഷൻ, സൂക്ഷിക്കണം. പ്രവൃത്തിയാണ് ഏറ്റവും വലിയ അനുഭവമുള്ളതും എന്നാൽ ശിക്ഷയുള്ളതും. പറയുന്നത് ഒന്ന്, പ്രവർത്തിക്കുന്നത് മറ്റൊന്ന് പോയാൽ ശിക്ഷ വളരെ അധികമാണ്. അതുകൊണ്ടാണ് ഒരുത്തൻ വാക്കിൽ തെറ്റാതിരിപ്പാൻ ശരീരത്തെ മുഴുവനും കടിഞ്ഞാണിട്ട് നടത്തുവാൻ സൽഗുണ പൂർത്തിയുള്ള പുരുഷനാകുന്നു സ്ത്രീയാകുന്നുള്ളത് വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്. മറ്റൊന്ന്, വാച്ച് യുവർ തോട്ട്സ്, നമ്മുടെ ചിന്തകളെ കടിഞ്ഞാണിട്ട്, വിഷയമോസ്കാരത്തിൽ പാടുന്ന പാട്ടാണ്. ചിന്തകളെ കടിഞ്ഞാണിട്ട് ചിത്തത്തിൽ നിർത്തിയിടേണം. നിന്റെ ചിന്തകളെ മുഴുവനും കടിഞ്ഞാണ്ടിടണം. ദൈവമേ, അവിടെ സ്വസ്ഥമായിരിക്കുന്ന ഒരു മനസ്സെനിക്ക് തരണമേ, സ്വസ്ഥമായിരിക്കുന്നതായ ഹൃദയം എനിക്ക് തരണമേ. നമ്മുടെ മനസ്സിനെ പോസിറ്റീവ് മൈൻഡ് ആക്കുക. അപ്പോൾ നമ്മുടെ തോട്ട്സ് പോസിറ്റീവ് മൈൻഡ് ആവും. ബി പോസിറ്റീവ്. ഞാൻ പോസിറ്റീവായാൽ നിങ്ങളെല്ലാം പോസിറ്റീവ് ആകും. ഞാൻ നെഗറ്റീവായാൽ നിങ്ങളെല്ലാം നെഗറ്റീവ് ആകും. അപ്പോൾ നമ്മുടെ ചിന്തകളെ മറ്റുള്ളവൻ്റെ നന്മ കാണുവാൻ, അവനിൽ മുടന്തുണ്ടാകാം, അവനിൽ മറ്റു തരത്തിലുള്ളതായ സൗന്ദര്യമില്ലായ്മ ഉണ്ടാകാം, പക്ഷെ അവനിലുള്ളതായ ഒരു നല്ല സൗന്ദര്യത്തെ നമുക്ക് കാണുവാൻ തൊക്കെ സാധിക്കണം. അവനിലുള്ളതായ കഴിവുകളെ കണ്ട് പ്രോത്സാഹിപ്പിക്കാൻ തൊക്കെ ആയിത്തണം ഈ നോമ്പിൻ്റെ സുദിനങ്ങൾ നമുക്ക് കഴിയണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ പ്രകാശത്തിൻ്റെ മക്കളായി തീരും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. എന്നിട്ട് വാച്ച് യുവർ ക്യാരക്ടർ. ഓർക്കുക, ഇവിടെ എപ്പോഴും നമ്മുടെ സ്വഭാവത്തെയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. ആ സ്വഭാവശുദ്ധിയാണ് ദേഹശുദ്ധിയും, സ്വഭാവശുദ്ധിയാണ് മനസ്സിൻ്റെ ശുദ്ധിയും. അത് നമ്മുടെ നോട്ടവും നമ്മുടെ കേൾവിയും ഇതെല്ലാം ഇതിൽ പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഓർക്കണം, വെൽത്ത് ഈസ് ലോസ്റ്റ്, സംതിങ് ഈസ് ലോസ്റ്റ് അല്ലേ? ഹെൽത്ത് ഈസ് ലോസ്റ്റ് അല്ലേ? നത്തിങ് ഈസ് ലോസ്റ്റ്. വെൽത്ത് ഈസ് ലോസ്റ്റ്, നത്തിങ് ഈസ് ലോസ്റ്റ്. ഹെൽത്ത് ഈസ് ലോസ്റ്റ്, സംതിങ് ഈസ് ലോസ്റ്റ്, ബട്ട് ക്യാരക്ടർ ഈസ് ലോസ്റ്റ്. എവരിതിങ് ഈസ് ലോസ്റ്റ്. എല്ലാം നഷ്ടപ്പെട്ട ഒരവസ്ഥയാണ്. അതുകൊണ്ട് നമ്മുടെ സ്വഭാവത്തെ നമ്മൾ ഓർക്കണം, നമ്മുടെ റോൾ മോഡലാകണം. മാതാപിതാക്കളെ, നിങ്ങളോട് എനിക്ക് പറയാനായിട്ടുള്ളത്, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ തന്നെയാണ് റോൾ മോഡൽ. പ്രാർത്ഥിക്കുന്ന അമ്മയുണ്ടാകണം, പ്രാർത്ഥിക്കുന്ന അപ്പനുണ്ടാകണം. അങ്ങനെയുള്ളവർക്ക് പ്രാർത്ഥിക്കുന്ന മക്കളുണ്ടാകും. അവരെങ്ങനെ വഴിതെറ്റിയാലും ശരി, പ്രാർത്ഥിക്കുന്ന മക്കളായി തന്നെ അവർ തിരിച്ചു വരും, സംശയമില്ല. എത്ര അനുഭവങ്ങൾ എൻ്റെ ദൃഷ്ടിയിലുണ്ട്. എൻ്റെതായ ഈ കാലിക യുഗത്തിൽ, ഈ പ്രസന്റ് ആയിരിക്കുന്ന ഈ സന്ദർഭത്തിൽ എത്ര പേരെ കാണിച്ചു തരാൻ പറ്റുമെന്നറിയാമോ? പ്രാർത്ഥിക്കുന്ന അപ്പനും അമ്മയ്ക്കും പ്രാർത്ഥിക്കുന്ന ഒരനുഭവമാണ്. 10 ഗുണം 10 ഗുണം, പാത്രഗുണം പാതിഗുണം. പുരുഷന്റെയും സ്ത്രീയുടെ അനുഭവത്തെക്കുറിച്ചാണ്. പാത്രഗുണം പാതിഗുണം. ഒരു പെൺകുട്ടി എടുക്കുന്നത് ആരെ കണ്ടുകൊണ്ടാ? അമ്മയെ കണ്ടുകൊണ്ടാ. അമ്മ എങ്ങനെയുള്ളവളാണ്. പുരുഷനെ എടുക്കുന്നത്, ഒരു മകനെ എടുക്കുന്നത് അപ്പനെ കണ്ടുകൊണ്ടാണ്. 10 ഗുണം 10 ഗുണം. ഈ ഒരു അനുഭവത്തിൽ നമ്മുടെ ക്യാരക്ടറെ ഒന്നേ ഉള്ളൂ, ദൈവ മനുഷ്യനായി പോസിറ്റീവ് തിങ്കളോട് കൂടി വലിയ ഒരു ഗുണമൊന്നും ഈ ലോക ജീവിതത്തിൽ ചെയ്യാൻ ഒക്കുന്നില്ലെങ്കിലും നമ്മളെ കൊണ്ടാവുന്ന ഒരു കുഞ്ഞിന്
തന്നാലായത് എന്നുള്ള നിലയിൽ നമുക്ക് ചെയ്യുവാൻ തക്കൊണ്ട് നമുക്ക് സാധിക്കുന്നുവെങ്കിൽ അതാരെയും ബോധ്യപ്പെടുത്തണ്ട, ഒരു പത്രങ്ങളിലും വേണ്ട, ഒരു പ്രശസ്തിയും വേണ്ട. പക്ഷെ വിശ്വസ്തയോടുകൂടി നീ ചെയ്യുമെങ്കിൽ നിന്റെ പ്രകാശം നഷ്ടപ്പെടുകയില്ല. മറ്റൊന്ന്, നിന്റെ പ്രകാശത്തെ നഷ്ടപ്പെടുത്താതിരിക്കാൻ തക്കവണ്ണം എന്താ ചോദിക്കാൽ, അതുകൊണ്ട് വേറൊന്നുകൂടെ പറയുന്നുണ്ട്. എന്നറിയാമോ, നമ്മുടെ കുഞ്ഞുങ്ങളെ ഭംഗിയായി നിയന്ത്രിച്ചു കൊള്ളണം. അവരുമായിട്ട് സംസാരം ഉണ്ടാകണം. കുടുംബജീവിതത്തിൽ പ്രൈം ടൈം എന്ന് പറയുന്ന സാധനമുണ്ട്, അറിയാമോ? ഈ പ്രൈം ടൈമിലാണ് മറ്റുള്ളവർ നമ്മളെ മുതലെടുക്കുന്നത്. എത്ര മണി തൊട്ടാണെന്ന് അറിയാമോ? 6 മണി തൊട്ട് 9 മണി വരെ. ഈ സമയത്താണെന്ത് TV-യിൽ നല്ല സീരിയൽ വരുന്നത്, നല്ല രീതിയിലുള്ളതായ വാർത്തകളൊക്കെ വരുന്നത്. ഈ സമയം നമുക്ക് വാർത്ത കേൾക്കാൻ എത്രയോ സമയവും സന്ദർഭവുമുണ്ട്. ഇന്ന് രാത്രി പറയുന്ന വാർത്തകൾ നാളെ രാവിലെ നമ്മൾക്ക് കേൾക്കാൻ പറ്റും. അത് ഞാൻ ഇവിടെ പറയുന്നത് നമ്മുടെ മക്കളും ഒത്തൊരുമിച്ച് സംസാരിക്കുവാനും ഇടപഴകുവാനും അവർ പഠിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുവാനും അവരുമായിട്ട് വലിയൊരു സൗഹാർദ്ദം സ്ഥാപിക്കുന്നുവെങ്കിൽ നിന്റെ ഭവനത്തിൻ്റെ വെളിച്ചം നഷ്ടപ്പെടുകയില്ല, നിന്റെ ഹൃദയത്തിൻ്റെ വെളിച്ചം നഷ്ടപ്പെടുകയില്ല, നീ ആകുന്ന വെളിച്ചം നഷ്ടപ്പെടുകയില്ല, നീ സ്വീകരിച്ച മാമോദിസായിലൂടെ സ്വീകരിച്ച വെളിച്ചം നഷ്ടപ്പെടുകയില്ല എന്നുള്ളത് ഈ സമയത്ത് അടിവരയിട്ട് ഓർപ്പിച്ചുകൊണ്ട്, രണ്ടാമതായിട്ട് വെളിച്ചം നഷ്ടപ്പെടാതിരിക്കുവാൻ തക്കവണ്ണം ആരാധനയിലൂടെ നമ്മുടെ പ്രകാശത്തെ കെട്ടുപോകാതെ സൂക്ഷിക്കുക. വർഷിപ്പ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ആൻ ഓക്സിജൻ. വർഷിപ്പ് എന്ന് പറയുന്നത് ശ്വാസോച്ഛ്വാസം നടത്തുന്ന എന്താണ്? ഓക്സിജനാണ്. കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തുവിടുകയും ഓക്സിജനെ സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു വലിയ പ്രക്രിയയാണ്. ഈ ഒരു അനുഭവത്തിൽ 7 ടൈപ്പിലുള്ളത് ആരാധനയുടെ അനുഭവത്തിൽ നമ്മൾ കാണുന്നുണ്ട്. എന്ത്? ധൂപാർപ്പണം, യാഗാർപ്പണം, സമർപ്പണം, പ്രദക്ഷിണം. ധൂപാർപ്പണം, യാഗാർപ്പണം, പ്രദക്ഷിണം. ഈ ആരാധനയിൽ 2 ആരാധനകളുണ്ട്. യഹൂദന്മാർക്ക് 2 ആരാധന ശൈലികളുണ്ട്. സിനഗോഗിലെ ആരാധന, ദേവാലയത്തിലെ ആരാധന. ദേവാലയത്തിലെ ആരാധനയിലാണ് യാഗാർപ്പണം, ധൂപാർപ്പണം, പ്രദക്ഷിണം. എന്താ പ്രദക്ഷിണം? ഈ പ്രദക്ഷിണമാണ് നിന്മാതാവ് വിശുദ്ധന്മാ എന്നിവർ തൻ പ്രാർത്ഥനയാൽ എന്ന് തുടങ്ങി ആ പ്രദക്ഷിണത്തിന്. ധൂപാർപ്പണം അറിയാമല്ലോ. ധൂപം ഇതാ സകലത്തെയും ശക്തീകരിക്കുന്നതാണ്. ധൂപത്തിലാണ് ഈ സക്കറിയ പുരോഹിതന് അവിടെ അത്ഭുതമുണ്ടായതെന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. ധൂപം വീശിയപ്പോഴാണ് ആ ധൂപാർപ്പണം. പിന്നെയോ പ്രദക്ഷിണം. ആരാധനയുടെ 2 മുഖങ്ങൾ. സിനഗോഗിൽ ആരാധനയിൽ ഇതാ ധൂപം, യാഗം, പ്രദക്ഷിണം ഇവിടെ ഉണ്ടെങ്കിൽ ദേവാലയത്തിൽ ആരാധനയിൽ 3 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ സിനഗോഗിലെ ആരാധന നമ്മൾ കാണുന്നതായ നമ്മുടെ പ്രാർത്ഥനാ യോഗങ്ങളാണ്. പാട്ട്, പ്രാർത്ഥന, വേദവായന, പ്രസംഗം. പാട്ട്, പ്രാർത്ഥന, വേദവായന, പ്രസംഗം. ഓർക്കണം, സിനഗോഗിൽ ആരാധന പാട്ട്, പ്രാർത്ഥന, വേദവായന, പ്രസംഗമെങ്കിൽ ദേവാലയത്തിൽ ആരാധന യാഗാർപ്പണം, ധൂപാർപ്പണം, പ്രദക്ഷിണം 4 3 7 പൂർണ്ണതയുടെ അനുഭവമാണ്. ആ പൂർണ്ണതയുടെ അനുഭവം വിശുദ്ധ കുർബാനയുടെ അനുഭവത്തിലെല്ലാം ഉണ്ട്. അവിടെ പ്രസംഗമുണ്ട്, യാഗമുണ്ട്, ധൂപമുണ്ട്, പ്രദക്ഷിണമുണ്ട്, ജനത്തിനെ അനുഗ്രഹിക്കുന്ന സകലതുമുണ്ട്. അവിടെ വന്ന് നമ്മളായിത്തീർന്നാൽ ഒരു
കൊച്ചു ക്രിസ്തുക്കളായിട്ടാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. സമാധാനത്താലേ പോകുവീൻ. ആ കൊച്ചു ക്രിസ്തുക്കളായിട്ടാണ് നമ്മൾ പോകുന്നത്. ഓരോ മനുഷ്യന്റെ ജീവനും പ്രകാശവുമാണ് ഹോളി കുർബാന. എന്താ കുർബാന എന്ന് പറഞ്ഞാൽ? ഞാൻ നിർത്തുകയാണ്. എന്താണ്? വിശുദ്ധ കർത്താവിന്റെ ജീവചരിത്രമാണ് കുർബാന. ഇത് പറയുമ്പോൾ നമുക്ക് വളരെയധികം ഇതാണ് ഊർജമാണുള്ളത്. എന്നൊരു കുർബാനയല്ലേ, എന്നൊരു കുർബാനയേ ഉള്ളൂ ഞങ്ങൾക്ക്. കാരണം യേശു ക്രിസ്തു ഒന്നേ ഉള്ളൂ, യേശു ക്രിസ്തുവിന്റെ ചരിത്രം ഒന്നേ ഉള്ളൂ. പറഞ്ഞു കൊടുക്കണം അങ്ങോട്ട്. യേശു ക്രിസ്തു എന്താണ് വിശുദ്ധ കുർബാനയിൽ? കർത്താവിന്റെ ജനനം, കർത്താവിന്റെ പരശുശ്രൂഷ, കർത്താവിന്റെ കഷ്ടാനുഭവം, കർത്താവിന്റെ മരണം, കർത്താവിന്റെ ക്രൂശിൽ തറപ്പ്, കർത്താവിന്റെ മരണം, കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പ്, കർത്താവിന്റെ രണ്ടാമത്തെ വരവ്. ഇത് നമുക്കൊരു കുർബാനയുള്ളൂ. എന്നാൽ ലേഖനങ്ങളിലും സുവിശേഷങ്ങളും വ്യത്യസ്തങ്ങളാണ്. അതിൽ ഓരോ ക്രമങ്ങളും വ്യത്യസ്തങ്ങളാണ്. പക്ഷെ കുർബാന ഒന്നേ ഉള്ളൂ. അതാണ് നാം ആ കുർബാന അനുഭവിച്ചിട്ട് പ്രകാശത്തിന്റെ മക്കളായി ജീവിക്കുക. എങ്ങനെ പ്രകാശത്തിന്റെ മക്കളായി ജീവിക്കാമെന്ന് രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന് എന്താണ്? ബി എ റോൾ മോഡൽ. രണ്ടാമതായിട്ട് ആരാധനയിലൂടെ നമ്മുടെ പ്രകാശത്തെ കെട്ടുപോകാതെ സൂക്ഷിപ്പാൻ തക്കോണം സാധിക്കും. അത് വിശുദ്ധ കുർബാനയാണ്, നമ്മുടെ ഓരോ പ്രാർത്ഥനയാണ്. പ്രത്യേകിച്ച് നേരത്തെ ഓർപ്പിച്ചതുപോലെ കിഴക്ക് നോക്കിയുള്ളതായ നമ്മുടെ പ്രാർത്ഥനയാണ്. പ്രകാശത്തിന്റെ മക്കൾ മാത്രമേ കിഴക്കോട്ട് നോക്കിയുള്ളൂ. ബാക്കിയുള്ളവർ പടിഞ്ഞാട്ടും നോക്കും, കിഴക്കോട്ടും തെക്കോട്ടും നോക്കും, വടക്കോട്ടും നോക്കും, എല്ലായിടത്തും നോക്കും. പ്രിയമുള്ളവരെ, വിശ്വാസത്തിന്റെ മക്കളായി സത്യമായും നമ്മൾ വിശ്വാസത്തിന്റെ മക്കളാണോ? ഒരു ബാധ നിന്റെ കൂടാരത്തിൽ അടുക്കുകയില്ല. നിന്നെ കാക്കുന്നവൻ മയങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്. അതുകൂടെ പറഞ്ഞ അവസാനം യെശയ്യാപ്രവാചകന്റെ പുസ്തകം അവസാനത്തെ ഭാഗത്ത്, ഇനി പകൽ നേരത്ത് നിന്റെ വെളിച്ചം സൂര്യനല്ല, നിനക്ക് നിലാവ് വെട്ടം തരുന്നത് ചന്ദ്രനുമല്ല, യഹോവ നിനക്ക് നിത്യപ്രകാശവും നിന്റെ ദൈവവും നിന്റെ തേജസ്സുമാകുന്നു. നിന്റെ സൂര്യൻ ഇനി അസ്തമിക്കുകയില്ല, നിന്റെ ചന്ദ്രൻ മാഞ്ഞു പോവുകയില്ല. യഹോവ നിന്റെ നിത്യപ്രകാശമായിരിക്കും. നിന്റെ ദുഃഖകാലം തീർന്നു പോകും. ഒന്നെല്ലാവരോടും പറഞ്ഞേ, നിന്റെ ദുഃഖകാലം ഒന്നുകൂടെ പറഞ്ഞേ, തീർന്നു പോകും. അവസാനം യഹോവയാം ദൈവം, യഹോവയായ ഞാൻ തക്ക സമയത്ത് അതിനെ ശീഘ്രമായി നിവർത്തിക്കും. ശീഘ്രമായി, തക്ക സമയത്ത്. മുൻപ് തരത്തില്ല, അതിനുശേഷവും തരത്തില്ല. നിനക്കെപ്പോൾ ആവശ്യമായിരിക്കുന്ന, അതുകൊണ്ടല്ലേ ആവശ്യമായിരിക്കുന്ന അപ്പം, ആഹാരമല്ല അപ്പം, ലഹമോ, അപ്പം ഞങ്ങൾക്ക് തരണമേ. ആവശ്യമായിരിക്കുന്ന കൃപ തക്ക സമയത്ത് തരണമേ. തീർച്ചയായിട്ടും ഈ ഒരു അനുഭവത്തിൽ നിന്നുകൊണ്ട്, ഈ നോമ്പിന്റെ സുദിനത്തിൽ, ഈ ചുരുക്കമായിരിക്കുന്ന അനുഭവത്തിൽ ഇരുന്നുകൊണ്ട് നിങ്ങളും ഒത്തൊരുമിച്ച് ധ്യാനിക്കുവാൻ തക്കോണം ദൈവം തന്ന കൃപകൾക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഈ ഒരു അവസരം തന്ന ബഹുമാനപ്പെട്ട എൽദോ അച്ഛനോടും ബഹുമാനപ്പെട്ട മാത്തുക്കുട്ടി അച്ഛനോടും ബഹുമാനപ്പെട്ട ചെറുനച്ഛനോടും ഉള്ളതായ നന്ദിയും സ്നേഹവും കടപ്പാടും എന്നെ കേട്ടിരുന്ന് സശ്രദ്ധം ശ്രദ്ധിച്ച നിങ്ങളോടുള്ളതായ പ്രത്യേകമായിരിക്കുന്ന നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. പ്രാർത്ഥനയിൽ നമുക്ക് പരസ്പരം ഓർക്കാം. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ.